തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ലോകമാണുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ പോലെ തന്നെ ഇവിടെ ഇരുന്ന് നേരിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഓഡിയൻസ് വെൽക്കം. എവിടെ നിന്നാണ് എല്ലാരും? ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് വെണ്ണിക്കുളം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, നമ്മളുടെ PT മെമ്പേഴ്സ്, അതുപോലെ കുറച്ച് വേറെ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ PTA പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഓമന നന്ദകുമാർ ഉണ്ട്. നമ്മുടെ സ്കൂളില് NCC, SPC, NSS, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇല്ല. അവിടുത്തെ ഏറ്റവും പവർഫുൾ ടീം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ എങ്ങനെ സ്വന്തമാക്കണം എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ റൗണ്ടുകളിലേക്ക് കിടക്കണ്ടേ. അതിനാദ്യം നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിനെ സ്വാഗതം ചെയ്യാം. ആദ്യം വരുന്നത് ഒരു കലാകുടുംബമാണ്. ആ കലാകുടുംബം എന്ന് പറയുന്നത് നൃത്തം, സംഗീതം, യോഗ, ഇങ്ങനെ മൂന്നും സംഗമിച്ച് ഒരു വലിയ പ്രസ്ഥാനം നടത്തുന്ന, ഒപ്പം തന്നെ അവരത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ഓഡിഷനിൽ പങ്കെടുത്ത് ജയിച്ച ആൾക്കാരാണ്. രജിത, നിരഞ്ജന ദേവി ആൻഡ് മീനാക്ഷി, പ്ലീസ് വെൽക്കം. അപ്പോ ഞാന് കേട്ടപ്പോ അതായത് നിങ്ങളുടെ ഒരു 3 സംഭവങ്ങൾ ചേർക്കുന്നത് പറയുമ്പോൾ നൃത്തവും സംഗീതവും നമുക്കറിയാം, അതിൽ യോഗയും അതെങ്ങനെയാണ് ഒന്ന് അമ്മ പറയും. ഞങ്ങള് 2008 മുതല് കുടപ്പനക്കുന്ന് തപോവനം സിദ്ധാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തില് എത്തപ്പെടുകയും അവിടെ ഗുരുജിയെ, പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യന്റെ, അദ്ദേഹം ഈ നിലവിലുള്ള യോഗകളുടെ ന്യൂനതകൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടൊരു യോഗ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് നിർവാണ യോഗ സിസ്റ്റം. നിർവാണ യോഗ, മൈൻഡ് അപ് ടു നിർവാണ എന്നുള്ളൊരു. പക്ഷെ നിങ്ങൾക്കുള്ള എതിരാളികളെ പരിചയപ്പെടണ്ടേ? എതിരാളികൾ എന്ന് പറയുമ്പോ അതിനകത്ത് വരുന്ന ഒരാൾ ചിത്രകലാ രചനയിൽ ശരിക്കും ലോക നിലവാരത്തിലുള്ള സമ്മാനങ്ങൾ നേടിയിട്ടുള്ള, അംഗീകാരം നേടിയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോ കൂടെ വാത്സല്യനിധിയായ അമ്മുമ്മയും കൊണ്ട് ഓക്കെ, അഞ്ജന ആൻഡ് വത്സല, രണ്ടുപേരെയും കൂടെ സ്വാഗതം ചെയ്യും. കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ, കണ്ണോട് കണ്ണിടയും പകലാറവേ ചായവേ മഴച്ചാരവേ മയിലാടവേ, പകലാറവേ ചായവേ മഴച്ചാരവേ മയിലാടവേ, മറിമാൻമിഴി നിങ്ങളുടെ പൂങ്കവിൽ നീയതാരാണ് പെണ്ണേ. നമസ്കാരം. നമസ്കാരം. അഞ്ജനയുടെ കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് അമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ ഡാൻസ് ഞാൻ കണ്ടു, ഇതിലൊക്കെ അമ്മ ഇത് ആദ്യമായിട്ടല്ലോ സ്റ്റേജിൽ കയറുന്നേ? അല്ല, ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഡാൻസിലും നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതുണ്ട്. ഇപ്പൊ കുറച്ച് കാലം കഴിഞ്ഞു പോയില്ല സാർ. പക്ഷെ പ്രായമായിന്ന് സമ്മതിക്കില്ല കേട്ടോ. പ്രായം 75. ചുമ്മാ 75? അത് കള്ളം. ഈ വർഷത്തെ 76 ആവാണ്. പക്ഷെ മുടിയൊക്കെ പതുക്കെ നരച്ചു വരുന്നുള്ളൂ. അങ്ങനെ അതെ, നല്ല വിഷമമുണ്ട്. അല്ല, എനിക്ക് വയസ്സാവുന്നില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കാലങ്ങൾ ഇങ്ങനെ പോകുന്നു, വർഷങ്ങൾ പോകുന്നു, പക്ഷെ എനിക്ക് വയസ്സാവുന്നില്ല. ഉണ്ട്. ഞാൻ മഹിളാ പ്രധാന ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഓഫീസില്. കൂടാതെ ഇപ്പൊ 5-6 വർഷമായിട്ട് SBI ലൈഫ് മിത്രയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്.
മോളെ ചോദിക്കട്ടെ, പഠിക്കുകയാണോ ഇപ്പോ? അതെ, ഞാൻ ഫിസിഷ്യൻ അസോസിയേറ്റ് ആണ് അമൃത മെഡിക്കൽ കോളേജിൽ ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെയാണോ ചിത്രകല രചന? അതെ, ചിത്രകലയുണ്ട്, ഡാൻസും ഉണ്ട്. പാട്ടിൽ വെറുതെ ഒന്ന് കൈവെക്കും, പക്ഷെ അബദ്ധമായിരിക്കും. അതുകൊണ്ട് ആരും അതിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ, നമ്മളത് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ചിത്രകല രചനയിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്താണ് സംഭവം? ഹ്യൂമൻ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിലോട്ട് മണ്ടേല ആർട്ട് എന്ന് പറഞ്ഞൊരു ഡ്രോയിങ് കൊണ്ടുവന്നു. അത് നമ്മൾ ബുദ്ധിസ്റ്റ് പീരീഡിലുള്ളതാ. അപ്പൊ അത് കൊണ്ടുവന്നു. എന്നിട്ട് അത് കുറച്ച് വെറൈറ്റി ആണെന്ന് പറഞ്ഞപ്പോ ആരൊക്കെയോ അത് ഷെയർ ചെയ്ത് പോയി. ഫൈനലി വേൾഡ് റെക്കോർഡ് കിട്ടി. അതായിരുന്നു എന്റെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ്. അങ്ങനെ ഇപ്പൊ റെക്കോർഡ് എന്താണെന്ന് ടൈറ്റിൽ എന്ന് പറഞ്ഞ സോ ടൈറ്റിൽ എന്ന് പറഞ്ഞാല് മാക്സിമം അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുക ഇൻ ദിസ് മണ്ടേല ആർട്ട്. അങ്ങനെ സോ അത് ഫസ്റ്റ് റെക്കോർഡായിരുന്നു. ആൻഡ് ഇയേഴ്സ് പോകും തോറും ഇന്നിപ്പോ 10 വേൾഡ് റെക്കോർഡ്സ് ആയി. ആൻഡ് അതിന്റെ കൂടെ സ്വന്തം റെക്കോർഡിനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ അത് ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് ഇനി ആരും ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനി ആരെങ്കിലും ഇനി അടുത്ത് പറഞ്ഞ അങ്ങ് മാറി നിന്നാ മതി അല്ലേ? അടിപൊളി. താങ്ക് യു. ആ സമയത്ത് ഗോ, അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് നമ്മളായിരിക്കണല്ലോ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അതുമല്ല, ഇങ്ങനെ ഒരാൾ വീട്ടിലിരിക്കുമ്പോ പിന്നെ നമ്മൾ ചെയ്യാതെ ഫുൾ ഇൻസ്പിറേഷൻ ആയിട്ട് ഒരാൾ അതിനാണ് വലുത്ത വലിയ കൈഡി. എന്തായാലും തുടങ്ങുന്നുണ്ട്. നമ്മളെ സംഗീതം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കുന്നുണ്ട്. ഡാൻസിലോട്ട് നമ്മൾ പിടിയും. പക്ഷെ സംഗീതത്തിന്റെ ഒരാൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഇവിടെ എല്ലാം കഴിഞ്ഞപ്പോ ഈ അമ്മയുടെ സ്വരങ്ങൾ വെച്ചിട്ടാണ് ഇതല്ല ആ ഫസ്റ്റ് കയറിയെന്ന് പറഞ്ഞു അല്ലേ? ആ സ്വരങ്ങളൊന്ന് കേട്ടാലോ അമ്മേ? സാസസനീനി പാപ്പ പഗ ഗഗനീനി പാപ്പ പഗ ഗഗരീരി സാസസരീരി ഗഗഗ പനിസരി ഭാരതാംബതൻ മഹിമകളെല്ലാം കൂട്ടായി നമുക്ക് പാടിടാം. പുതുയുഗ പിറവിത നന്മകളെല്ലാം ഒന്നായി നമുക്ക് ആസ്വദിക്കാം. സജ്ഞാനമേവ ജയതേ ജയതേ, സദ്ധർമ്മമേവ ജയതേ ജയതേ, സത്ലോകമേവ ജയതേ. താങ്ക് യു സോ മച്ച്. ഞാൻ സ്കൂളിൽ മറ്റേ ദേശഭക്തി ഗാനത്തിന് മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. ഗംഭീരമായിട്ട് അതാ പാട്സ് ഒക്കെ പാടിയത്. ഓക്കെ, അപ്പോ അവിടെ പോയി കുറച്ചുനേരം കാത്തിരിക്കുക അല്ലേ? പക്ഷേ അവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ സഹായിക്കേണ്ടി വരും, ഇടയ്ക്ക് ഇവിടെ വരേണ്ടി വരും. നമുക്ക് നേരെ ഗെയിമിലോട്ട് കിടക്കാം. മീനാക്ഷി കുട്ടി, ആ മൈക്കുകൾ രണ്ടും എടുത്ത് താഴെ പോയിരുന്നുള്ളൂ. റെഡി? ഇനി ഗെയിമിലേക്ക് കടക്കാനുള്ള സമയമായി കഴിഞ്ഞു. തയ്യാറല്ലേ? ഓടിച്ചാടി സാധനങ്ങളൊക്കെ എടുത്തില്ലേ ഇവിടെ പോകുള്ളൂ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ശരി, അപ്പോ റൗണ്ട്സിലേക്ക് കിടക്കാം. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. ബസർ റൗണ്ട് ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയാം. ഉത്തരം ശരിയാണെങ്കിൽ 30 സെക്കൻഡ് സമയവും 1000 രൂപയും. ഓക്കെ, റെഡി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. 4 കാലും 2 കൈയും ഉണ്ടെങ്കിൽ കൂടി നടക്കാനോ പറക്കാൻ പറ്റാത്തത് എന്തിനാണ്? കുസൃതി ചോദ്യമാണ്. ബസർ റൗണ്ട് ആണ്. ബസർ അടിച്ച് ഉത്തരം പറയണം. ക്ലൂ ഉണ്ടോ ചേട്ടാ? ക്ലൂ ഉണ്ടോ? അവിടെ ബസർ അടിച്ച് ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം? അതാവുമ്പോ 4 കാലും ഉണ്ട്, 2 കൈയും ഉണ്ട്, എന്നിട്ട് നടക്കാനും പറക്കാനും പറ്റില്ല. ആരെങ്കിലും പറക്കി വെക്കണ്ടേ? ആരെങ്കിലും പെറുക്കി വെക്കണം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണ്. ആരാണ് ഈ കൂട്ടത്തിലെ ഷോപ്പിംഗ് നടത്തുന്ന ആള്? ആണല്ലേ? വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇവരെ എങ്ങാനും വിട്ടാ പ്രശ്നമെന്ന് അറിഞ്ഞിട്ടാണോ? 1000 രൂപയ്ക്ക് താഴെ. ഓക്കെ, റെഡി അമ്മ? ഓടു വാരു നേടു. ഗോ 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 ഫാസ്റ്റ്. ഓടിവാ ചേച്ചി, ഓടിവാ. വേടുത്തോ. ഓക്കെ, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഉപ്പും എടുത്തിട്ടുണ്ട്. ശരിക്കും വീട്ടിൽ കുറവുള്ള സാധനങ്ങൾ നോക്കി എടുക്കുകയാണല്ലേ? വേഗം എടുത്ത ചേച്ചി. 15 സെക്കൻഡ് ബാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി 10 സെക്കൻഡാണ് ബാക്കിയുള്ളൂ. 9, 8, 7, 6, 5, 4. അയ്യോ, ഞാൻ ടൈമർ ഇങ്ങനെ എണ്ണി ചിട്ടപ്പെടുത്തി പറഞ്ഞു. അതവിടെ തിരിച്ചു വെക്കേണ്ടി വരൂലേ?
It's a game. Sure. നോ ഇഷ്യൂ. നന്നായിട്ട് കളിച്ചല്ലോ അവിടെ ചെന്നിട്ട്. ആ മീനാക്ഷി എഴുതിച്ചാണ്. മീനാക്ഷി എഴുതിച്ചാണ്. അല്ല ആദ്യം ഒരു സെക്കൻഡ് എനിക്ക് തോന്നുന്നു ബാസ്ക്കറ്റ് കിട്ടാൻ കുറച്ച് വൈകി. അതിന്റെയാണ് ആ സെക്കൻഡാണ് പോയത്. അല്ലെങ്കിൽ ഞാനിങ്ങ് ഔട്ട് ആയേനെ. മീനാക്ഷി ഈ ഗുരുതരമായ ആരോപണത്തിനെതിരെ പറയണം എന്തായാലും. ആ അവസാനത്തെ ഒരു സെക്കൻഡാണ് ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതായത്. ആ ഒരു സെക്കൻഡ് എവിടെ നഷ്ടമായെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞെന്താ അറിയോ? ഞാനിങ്ങനെ സീരിയസ്ലി. ഇനി അതും ഞാൻ ഏറ്റെടുക്കാല്ലേ. ഞാന് ഈ ഫ്രിഡ്ജിന്റെ പുറകിൽ ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു. ഓടി വന്ന് ബാസ്ക്കറ്റ് വാങ്ങണം, കാരണം ഷെൽഫ് ഇവിടെ അല്ലേ. ഇനിയും ആരോപണങ്ങൾ ഏറ്റുവാങ്ങാൻ മീനാക്ഷിയുടെ ജീവിതം ഇനിയും ബാക്കി. അപ്പോ അക്കൗണ്ട് അവര് തുറന്നു. ഇവിടെ അക്കൗണ്ട് തുറന്നില്ല അമ്മേ. തളരില്ല. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏത് പ്രശസ്തമായ പേരിലാണ് കേരള ക്ഷീരോത്പാദക സഹകരണ സംഘം അറിയപ്പെടുന്നത്? വളരെ പ്രശസ്തമായിട്ടുള്ള അടിച്ചു അവിടെ അടിച്ചു. ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ലോ. രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു. ഉത്തരം പറയരുത്, ഞാൻ ചോദിക്കാതെ. ആ അമ്മയ്ക്ക് കൊടുക്കുന്നു. ഉദാരമതിയായി രജിത അമ്മ പറഞ്ഞു. ഒരേ ടൈമില് പറഞ്ഞല്ലേ? ഒരേ ടൈമില്. അമ്മേ, അമ്മയാണോ അവിടെ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്? വീട്ടിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന അമ്മയാണോ? പോവാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കളിയിൽ ആര് പോവും? പോയില്ലേ? പിന്നെ അമ്മ ഓടിച്ചെന്ന് സാധനം എടുത്തു വരണം. മാത്രമല്ല ഒരു സെക്കൻഡ് അടയുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ വേണം. ചില ആൾക്കാരെ പോലെ ആവരുത്. എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതെ. റെഡിയല്ലേ അമ്മേ? റെഡി. ഓടൂ, പാരൂ, നേടൂ, ഗോ. ₹1000 താഴെ നിന്നാ മതി. അമ്മക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം. ഓക്കെ, അരി എടുത്തിട്ടുണ്ട്. 2 തരം അരി. ഓക്കെ, മല്ലിപ്പൊടി അമ്മ പിടിക്കണോ? ഞാൻ പിടിക്കണോ? ഓടിവാ. പിടിച്ചോ, ഇനി ഞാൻ വരില്ല. ശരി അമ്മേ, നോക്കുമ്പോണ്ടല്ലോ 1-2 സാധനം വലിച്ചങ്ങ് ഇടുവായിരുന്നു. ഇപ്പൊ അറിയാം 1000 രൂപയ്ക്ക് നിക്കോ ഇല്ലേ എന്നുള്ളത്. ഇല്ലെങ്കിൽ മോള് മിക്കവാറും ചിത്രം വരയ്ക്കും. മല്ലിപ്പൊടിയാണോ അമ്മ ഇത്? അല്ലേ? 150 രൂപ. എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് ഞാൻ. 82 രൂപയുടെ ചെറുതും എടുത്തു. അരി 65. വീണ്ടും അരി 60. ഒന്നായിട്ടില്ല. ചെറിയ പൈസക്ക് അമ്മ എടുത്തിട്ടുള്ളൂ. 69. ലാസ്റ്റ് സാധന ഉപ്പ് 32. അതെപ്പോഴും ആവശ്യമുള്ളത്. അമ്മേ 500 പോലും തികച്ചില്ല. മിക്കവാറും പ്രശ്നം അല്ലേ? ഞാൻ ഓടിയാ മതിയായിരുന്നു. പറഞ്ഞില്ലേ? അതാണ്. പക്ഷേ പോട്ടെ, സാരില്ല. അമ്മമ്മ പറഞ്ഞാണ് മോളുടെ അടുത്ത് പോവാൻ. അമ്മമ്മ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ അമ്മമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഓടിപ്പോയി എടുക്കാന്ന്. അതുകൊണ്ടാണ് അമ്മമ്മേനെ പറഞ്ഞു വിട്ടത്. ഞാൻ ഇതെല്ലാം കൂടെ വാരി എടുത്തിങ്ങ് പോരുന്നു. കൊള്ളാം അമ്മേ. പക്ഷെ ഈ സാധനം മുഴുവൻ അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ കേട്ടോ. ആക്സൻസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ ആക്സൻസ് പഠിപ്പിക്കും? ഇല്ല, ഇപ്പൊ മെയിൻലി നമുക്ക് ഫോക്കസ് അമേരിക്കനും UK ആണ് വരിക. എന്റെ ഡോമിനന്റ് ബ്രിട്ടീഷ് ആണ്. നമുക്ക് ഒരു ലൈൻ എടുത്തിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലൈൻ ആവാം. അത് ബ്രിട്ടീഷും അതിലെ ബ്രിട്ടീഷിന്റെ ആക്സൻസും അമേരിക്കൻ ആക്സന്റും പറയുന്നത്. അല്ല, ഒരു കോൺവെർസേഷൻ ആയാൽ മതി. I'll start off with American and I'll slide into British. Okay. I mean, welcome to Smart Show. Glad to have you here. Yeah, I'm having a lot of fun here. Thank you for inviting me. I did not expect this at all. And I'm really proud to come here with my family because I won't be anywhere without this support. Yeah. You're running a dance school. Yeah, something like that. Yes, I'm running a dance school. And right now I'm teaching there as a substitute with the English that I can do there, as well as the dance and music and whatnot. Fabulous! What is you? I could try if it, but it's a lot of work. Yes, I must say that. Anale. And I'm married, so I don't get time anymore. പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. അതിൽ നിങ്ങൾ മനസ്സിലായി. സ്വിച്ച് ഇന്ത്യയിലോട്ട് പറ.
ready for round 2? Yeah. Okay? Yes. Round 2, dual trial. രണ്ടിലൊന്ന് അറിയാം. ഈ ഡ്യുവൽ ട്രയലില് നിങ്ങൾ ആകെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ചോദ്യങ്ങൾ സെപ്പറേറ്റ് ആണ്. അപ്പോ നിങ്ങളുടെ ചോദ്യം പാസ് ചെയ്യില്ല മറ്റു ടീമിനുണ്ട്. പക്ഷെ പാസ് ചെയ്യും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നേരെ നമ്മുടെ ഓഡിയൻസിലേക്ക് അവര് പോയിക്കോട്ടെ, നമ്മളല്ലേ ഇപ്പൊ കഴിഞ്ഞു. ജയിച്ചതാണല്ലോ, ഇപ്പൊ നമുക്ക് സാധനമൊക്കെ കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണും. അതിനകത്ത് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും കേട്ടോ. അതത്ര വലിയ കാര്യമൊക്കെ ആരും എടുത്തിരുന്നില്ല. ഈ ഒരു കൊല്ലം മുമ്പ് വരെ ആരും അത്ര ഇതായിരുന്നു. ഇത് മുട്ടയടിച്ചതിന് ശേഷമാണ് ചായ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ പിന്നെ ആ മുട്ട അടിച്ചത് പിന്നെ മുടി നീട്ടി വളർത്താതെ അത് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നോ? ഞാൻ മുടി വളർത്താൻ തന്നെയായിരുന്നു തീരുമാനം. എന്താ പറയാ, 2-3 മാസം മുമ്പ് വരെ. പിന്നെ ഇതുപോലെ എന്താ പറയാ, ഇതൊരു ഭാഗ്യമായിട്ട് കരുതി. അപ്പൊ പിന്നെ ഇനി മുടി ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് തീരുമാനം. എന്തോ സ്വന്തം ജീവിതമായിട്ട് ബന്ധമുള്ളത് പോലെ നിരഞ്ജന ദേവി ഇങ്ങനെ നോക്കി നിന്നിട്ട് മുടി മുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എന്നെ പറ്റിയാണോ ഈ പറയുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് പ്രശസ്ത വ്യക്തിയോട് രൂപസാദൃശ്യമുള്ളതിനാലാണ് കൊച്ചിക്കാരി അജിത ശിവപ്രസാദ് വാർത്തകളിൽ ഇടം പിടിച്ചത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ശരിയായ ഉത്തരം. അപ്പോ ഗെയിം എന്താണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കുക ആര് പോകുന്നു എന്നുള്ളത്. ഓക്കെ മീനാക്ഷി, ഇവിടെ കുറെ ലെറ്റേഴ്സ് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ നിരത്തിയിട്ടിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്നും സെയിം അക്ഷരം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. വണ്ടർഫുൾ വണ്ടർഫുൾ. അപ്പോ റെഡിയല്ലേ? നിരഞ്ജന ദേവിയല്ലേ മോളെ? ഓടൂ വാരൂ നേടൂ ഗോ. ഓടി വരൂ ഓടി വരൂ ഓടി വരൂ. അല്ലല്ല ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ്. യെസ് 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 യെസ്. സാ ഓക്കെ. ഞാ വെരി ഗുഡ്. ജാ ആ ഹാ ഓക്കെ. പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞു. ടാസ്ക് ഗിഫ്റ്റ് എടുത്തോ ഗിഫ്റ്റ് എടുത്തോ. റെഡ് അല്ലേ? 8 7 6 5. ബുദ്ധിപരമായ കുറച്ച് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ കുറച്ചൊരു സാധനം എടുക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കേട്ടാ നോക്കി. ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള ഡബിൾ വാൾ വാക്വം ഫ്ലാസ്ക്. പിന്നെ ബ്ലെൻഡർ ആണ്, ഒരു ഹാൻഡ് ബ്ലെൻഡർ. അടിപൊളി. ഇതെന്താണ്? ടൈമ കുക്ക വാമ. അടിപൊളി. 3 സമ്മാനങ്ങൾ. പുതിയ വീട്ടിൽ പോകുമ്പോഴാണ്. അപ്പൊ അതിന്റെ അടുത്താണ്. ഓ, അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കിയെടുത്തത് അമ്മേ. കളിയാ. കറക്റ്റ് ആയിട്ട്. അതെ. മാത്രമല്ല അവിടെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ കുടിക്കാനുള്ള ഫ്ലാസ്ക് ഒന്നുപോലും നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല. നിങ്ങൾക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഒരു വീഡിയോ ആണ്, ശ്രദ്ധിച്ചു കാണൂ. ഒരു ജൂനിയർ എന്ന ബന്ധത്തിൽ നിന്ന് ഒരു കുടുംബാംഗം എന്ന ബന്ധത്തിലേക്ക് അത് വികസിക്കുകയാണ് ചെയ്തത്. എന്നോടൊപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഓഫീസ് കാര്യങ്ങളിലും വീട്ടുകാര്യങ്ങളിലും എല്ലാം തന്നെ സജീവമായി എന്നോടൊപ്പം രംഗത്തുണ്ടാകും. അതേപോലെ തന്നെ വിവിധ കോടതികളിൽ ഞാൻ പോകുന്ന സന്ദർഭങ്ങളിൽ എന്നോടൊപ്പം ആ കേസുകളിലെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി വരുമായിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതി, മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, മഞ്ചേരി മറ്റു കോടതികൾ, പെരിന്തൽമണ്ണ, മലപ്പുറം കോടതികളിലാണ് എന്നോടൊപ്പം വരാറുണ്ടായിരുന്നത്. മുഴുവൻ കേട്ടോ? കേട്ടു. കണ്ടുവോ? കണ്ടു. എന്നാ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. യെസ്. ഏത് പ്രശസ്ത നടനെയാണ് വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത്? വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മമ്മ എന്താ ഉത്തരം പറയണേ? ഉറപ്പ് നമുക്ക് മമ്മൂക്ക വെച്ചിട്ട് തന്നെ പിടിക്കാം അല്ലേ? പിടിക്കാം. ഈ മനുഷ്യന്റെ ജൂനിയർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്ത് പിന്നീട് കുടുംബമായിട്ട് മാറി എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ? സിനിമാ നടനൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. ആ, മലയാളത്തിൽ നമ്മൾ വക്കീലായിട്ട് വരുമ്പോ പറയും പിന്നെ പുള്ളി അല്ലെങ്കിലും യഥാർത്ഥത്തിൽ വക്കീലാണല്ലോ എന്ന് പറയുന്ന ഒരാളെ കാണുമ്പോ അതാണ്. അത് വേറെ ആരെയും പറ്റി നമ്മൾ പറയില്ല. അമ്മ പറഞ്ഞ പോലെ അമ്മ ഈ പ്രായത്തിലും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം പറഞ്ഞത് മമ്മൂക്ക എന്നാണ് അല്ലേ? മമ്മൂക്ക ശരിയായ ഉത്തരം. ഗെയിമിലോട്ട് കടക്കാൻ പോവാണ്. കുടുംബത്തിൽ ആരൊക്കെ വന്നു? ആരൊക്കെ കൂടെ വന്നിട്ടുണ്ട്? മകളും മരുമകനും. മൈക്കെടുക്കൂ, മൈക്കെടുക്കൂ. സാറേ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സോമശേഖരൻ. ഞാൻ 22 വർഷം രാജ്യസേവനം ചെയ്തു. വണ്ടർഫുൾ സാർ, വെൽക്കം വെൽക്കം. സ്കൗട്ട്സും ഗൈഡ്സും ഒക്കെ ഇരുപുണ്ട് കൂടെ.
അതിനുശേഷം കോഴിക്കോട് സിറ്റിയിൽ പോലീസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആണോ സർ? ഓ വെൽക്കം സർ, വെൽക്കം വെൽക്കം. സാറ് രാജ്യസേവനം നടത്തി എന്ന് പറയുന്നത് ഏത് മേഖലയിലായിരുന്നു? സിഗ്നൽസ്, ആർമി സിഗ്നൽസ് കോർ. ആർമി സിഗ്നൽസ് കോറിലായിരുന്നു അല്ലേ? വണ്ടർഫുൾ വണ്ടർഫുൾ. വൈഫിന് ഒന്ന് കൊടുക്കുക. പേരെന്താണ്? പേര് ബിന്ദു. ഞാന് വർക്ക് ചെയ്യുന്നൊന്നുമില്ല, ഹൗസ് വൈഫാണ്. അതല്ലേ ഏറ്റവും വലിയ വർക്ക്. അതാണ് ഏറ്റവും വലിയ വർക്ക്. അമ്മ പാടൂല്ലേ അമ്മ? അയ്യോ ഇല്ല. ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു പാട്ട്. എന്നാ അഞ്ജന പാടും. കേക്കട്ടെ അഞ്ജന, നമ്മളെ കൂടെ പിടിക്കൂലേ? മോശമാണെ നമ്മള് നമുക്ക് ഒന്നിച്ച് പാടാം. പിന്നെന്താ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ആഹാ സൂപ്പർ സൂപ്പർ. ടെൻഷൻ എല്ലാം മാറിയ സ്ഥിതിക്ക് നമുക്ക് നേരെ നമ്മുടെ കാനന ചായയിലുള്ള ഒരാളവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. മീനാക്ഷി, ഈ ടാസ്ക് ഇത്തിരി ടാസ്ക് ആണ്. ഈ കുപ്പി ഏതാ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തണം. എനിക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റണം. കാരണം എന്നാലാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കിട്ടിയിട്ടുള്ള അത്രയും ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നിലവരെ അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കുക. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ഗിഫ്റ്റ് എടുത്ത് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 45 സെക്കൻഡ്സ് ആണ്. ആരാ പോണേ? ഞാൻ പോവാം. അഞ്ജന പോവാണ് അല്ലേ? അമ്മമ്മയ്ക്ക് ഒരു പണി കൊടുത്തല്ലേ? പാവ അമ്മൂമ്മ. അപ്പോ അഞ്ജന ഓടൂ വാരൂ നേടൂ ഗോ. അഞ്ജന ഓടി വരൂ ഓടി വരൂ ഓടി വരൂ. മൊത്തം ഒരു ബാലൻസിങ്ങിന്റെ പരിപാടിയാണ്. ബാലൻസ് ചെയ്ത് ഈ കുപ്പിയെ ഇങ്ങനെ നിർത്തുക. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ടാസ്ക്. ഒരൊറ്റ ബോട്ടിൽ ചെയ്താൽ മതി. വെറും 3 സെക്കൻഡ് അതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മതി. വേറെ ബോട്ടിൽ വെച്ചാൽ ട്രൈ ചെയ്യും. ഓക്കെ ഓക്കെ യെസ് യെസ്. ഒന്ന് കഴിക്കൂ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. 3 സെക്കൻഡ്സ് നിന്നില്ലേ ഓൾമോസ്റ്റ്? ഓക്കെ താങ്ക് യു. വരൂ. ഹാൻഡ് ബ്ലെൻഡറുകളുടെ കാലമാണ്. ഹാൻഡ് ബ്ലെൻഡർ ഇവിടെയും എടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യൂ, കുക്കിംഗ് ഉണ്ട്. പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ സമയമില്ലാത്ത കാരണം ചെയ്യുന്നില്ല. ഓക്കെ, നോൺ സ്റ്റിക് ഫ്രൈ പാൻ പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. അടിപൊളി. അമ്മേ ഹാപ്പി അല്ലേ? നല്ല സാധനങ്ങളായിരുന്നു വന്നേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയൂ? നമ്മളെ പാവപ്പെട്ട ഓഡിയൻസിന് എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മളിവിടെ വരെ വന്നിട്ട് ഇവരെല്ലാം ശരിയായ ഉത്തരങ്ങൾ പറയാനാണോ നമ്മളിവിടെ വന്നത്? അല്ലെന്ന് ആദ്യം തലവലിക്കാതാരാന്നറിയോ? അമ്മയുടെ മോൻ. അപ്പൊ ഒരു ചോദ്യം, ഉത്തരം അറിയാമെങ്കിൽ കൈവക്കുക. മമ്മൂക്കയെ പറ്റിയിട്ടില്ല ഇപ്പൊ നമ്മൾ സംസാരിച്ച മമ്മൂക്കയെ പറ്റിയിട്ട്. അപ്പം മമ്മൂക്കയെ പറ്റി തന്നെ ഒരു ക്വസ്റ്റ്യൻ ആവാം. 1989 ഇറങ്ങിയ ഒരു സിനിമയ്ക്കാണ് മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. ഏതാണ് ചിത്രം? ഏത് ചിത്രത്തിനാണ് ആദ്യത്തെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്? 1989 ഇറങ്ങിയ സിനിമ MT സാറിന്റെ തിരക്കഥ. ഒരാൾ എഴുന്നേറ്റു, മൈക്ക് എടുത്തിട്ട്. വടക്കം വീരാൻ. വടക്കം ബീരാന്. വടക്കം ബീരാൻ. വടക്കം വീരാൻ. വടക്കം ബീരാൻ ആരാണ്? ആരാണ് ബീരാൻ? എടാ ഇത് ആര് നിനക്ക് പറഞ്ഞു? അതാദ്യം പറ. ആര്? പുള്ളി പറഞ്ഞു കൊടുത്തേ. പുള്ളിക്ക് പോയി കൊടുത്തേ. ഒന്ന് എഴുന്നേറ്റേ. ആ പാവപ്പെട്ടവനെ വടക്കം ബീരാൻ എന്ന് പറഞ്ഞ് പറ്റിച്ച നിങ്ങൾ ആരാണ്? സിനിമയുടെ പേരെന്താ? വടക്കം വീരകഥ. അതൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു. ആ പാവപ്പെട്ടവൻ വടക്കം ബീരാൻ. മമ്മൂക്കയാണല്ലോ, അപ്പൊ മമ്മൂക്ക ആയതുകൊണ്ട് ബീരാനാക്കിയതാണോ? എന്ത് ക്രൂരതയാണോ ഞാൻ പറയണത്? നിങ്ങളെ സഹായിച്ചിട്ടാണെങ്കിലും തെറ്റാണ് പറഞ്ഞെങ്കിലും പുള്ളിയുടെ ബൈക്ക് കൊടുത്തു. വാ മോനെ വാ. ധൈര്യമായിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞതല്ലേ? ഉത്തരം അറിഞ്ഞൂടെങ്കിലും മോന്റെ പേരെന്തുവാ? ജവാൻ. ജോവാൻ. ജവാൻ കേട്ടപ്പോ ഒന്ന് ഞെട്ടിപ്പോയതാണ്. പക്ഷെ ഈ ഒരു പടത്തിനെ പറ്റി കേട്ടിട്ടേ ഇല്ലേ? വടക്കം വീരഗാഥയെ പറ്റി കേട്ടിട്ടേ ഇല്ലേ? നിനക്ക് എത്ര വയസ്സായി? 12 വയസ്സാ? നീ കേട്ടിട്ടില്ലല്ലോ. ഒരു അത്ഭുതം മോനെ. എവർക്ക് കിട്ടിയതുപോലെ തന്നെ റെഡ് റിബണിൽ ഇഷ്ടമുള്ളത്രയും സാധനം എടുക്കാം. 10 സെക്കൻഡ് സമയം. കയ്യിൽ വാരി എടുത്ത് കൊണ്ടുവരണം, എടുത്ത് എറിയരുത് കേട്ടോ. പലരും വഴിതെറ്റിക്കാനുണ്ടാവും, അതൊന്നും കേൾക്കരുത് കേട്ടോ. ഓക്കെ, ഓടൂ വാരൂ നേടൂ ഗോ.
ജോവാൻ 10 സെക്കൻഡ് ആണുള്ളത്. അടി കൂടെ എഴുതി. ഓടുക. ഓക്കെ 5 4 3 1 ഡോണ്ട് പറയൂ. ഓക്കെ അവിടെ തിരിച്ചു ചെല്ലുമ്പോ നിന്നെ വഴി തെറ്റിച്ച് പറഞ്ഞില്ലേ ആള്? അതാരാണ് നിന്റെ? അറിയാവുന്ന ആളാണോ? അല്ല. അറിയാവുന്ന ആളല്ല. പക്ഷെ പുള്ളി ചോദിക്കും ഇതിലൊരു പങ്ക് കൊടുക്കരുത്. വടക്കം വീരാനെന്ന് എഴുന്നേറ്റത് പറയേണ്ടി വന്നതിന്റെ ആ ഗതികേട് നമ്മൾ ഓർമ്മയാണ് കേട്ടോ. ഓക്കെ, ഒരു അയൺ ബോക്സ്. ഇത് പുള്ളി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തതാ. ഇത്രയും ജയിച്ച വേറെ ആളില്ല. ഓക്കെ, അതുപോലെ ഫാനിന്റെ ബോഡി മാത്രമുണ്ട്, ലീഫ് ഇല്ല. ഇത് ഇട്ടിട്ട് സ്വയം കറങ്ങേണ്ടി വരും. അതുപോലെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ, ഓൾ കൺസി പിട്ടാപ്പള്ളി ഏജൻസീസ് കൊണ്ടുപോക്കോ. സൂപ്പർ. അപ്പോ അങ്ങനെ ഓഡിയൻസും ഹാപ്പി ആയില്ലേ? റൗണ്ട് 3 ഡബിൾ ട്രബിൾ, ഈ കടമ്പയും കടം. ഇത് രസകരമായിട്ടുള്ള റൗണ്ടാണ്. ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്, നമുക്ക് ചോയ്സ് ഉണ്ട്. ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണെന്നുള്ളത് നമുക്ക് ചോയ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിനു ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 45 സെക്കൻഡ് സമയം നിലവറയ്ക്കുള്ളിൽ. അത് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരേണ്ടത് ഒരു മിസ്റ്ററി ബോക്സ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളിലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോയ്സ് ഓഫ് ടോപ്പിക്സ്. സ്ക്രീൻ പ്ലീസ്. ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, നാമവഴക്കം, ലോകം. എല്ലാം വിട്ടിട്ട് നമുക്ക് സ്കില്ലി പിടിക്കാം അല്ലേ? ഒന്നും അറിയാതെ കോൺഫിഡൻസ് മാത്രമായിട്ട് അപ്പൊ പിന്നെ നാമവഴക്കത്തിൽ പോവാം. നാമവഴക്കത്തിൽ പോവാം അല്ലേ? അപ്പൊ നാമവഴക്കം, ടങ് ട്വിസ്റ്റർ പിടിക്കാം അല്ലേ? റെഡി? ക്വസ്റ്റ്യൻ പ്ലീസ്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അമ്മ പറഞ്ഞു നോക്കിയേ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഓക്കെ, ശരി. 3 തവണ ഒറ്റയടിക്ക് പറയണം, തെറ്റാതെ. സൈക്കിൾ സൈലൻസ്, സൈലൻസ്. അമ്മ തെറ്റിക്കരുത് കേട്ടോ. അമ്മ അവിടെ കഷ്ടപ്പെട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. വാ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അമ്മേ, വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഇത്തവണ. പക്ഷെ പോകുമ്പോ മിസ്റ്ററി ബോക്സ് എടുക്കട്ടെ. ആരാണ് ഗെയിം കളിക്കാൻ പോണേ? ഞാൻ തന്നെ പോവാം. അഞ്ജന പോവാ അല്ലേ? അഞ്ജന സെറ്റ് അല്ലേ? നമുക്കൊന്ന് ടാസ്ക് എന്താണെന്നുള്ള മീനാക്ഷി എടുത്ത് ചോദിക്കാം. മീനാക്ഷി, ഈ ഒരു ബോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. ഈ നൂല് ഉപയോഗിച്ച് ഈ ബോളിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ എടുത്തതാ. ഒരു ടാസ്ക് കറക്റ്റ് ആയിട്ട് മീനാക്ഷി ചെയ്തു. അങ്ങനെ 4 ബോളും നിങ്ങൾ ഇടണം. ഞാനിപ്പോ ഒരു ബോളാണ് ഇട്ടിട്ടുള്ളൂ. അത് തന്നെ വലിയ കാര്യമല്ലേ? അങ്ങനെ 4 ബോളും ഇട്ട് കഴിഞ്ഞാൽ ദാ മുമ്പിൽ മിസ്റ്ററി ബോക്സ് ഉണ്ട്. അതിൽ നിന്നും ഒരു ബോക്സ് എടുക്കുക. നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. കാണുമ്പോ ഒരു സുഖമുണ്ട്, അവിടെ എത്തുമ്പോ ടെൻഷൻ അടിക്കാൻ വേണ്ട. വിചാരിച്ചോളൂ 45 സെക്കൻഡ് എന്നല്ല, ഒരുപാട് സമയം ഉണ്ടെന്ന് ചിന്തിക്കുക. പക്ഷെ സ്പീഡിൽ അവിടെ എത്തി ആ കാര്യങ്ങൾ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. അഞ്ജന കുനിഞ്ഞു വാ. യെസ് ഓടിവാ. ഇവിടെ ബോൾ എടുത്ത് വെക്കുക. സൂപ്പർ. യെസ്, അങ്ങനെ തിന്നാക്കി പിടിക്കുക. ഇത് വിട്ടോ. വെരി ഗുഡ്. യെസ്. സൂപ്പർ. പോട്ടെ. വെരി ഗുഡ്. ലാസ്റ്റ് വൺ ആണ്. ഗുഡ്, വെരി ഗുഡ്. വിട്ടോ. സൂപ്പർ. 9 8 7. മിസ്റ്ററി ബോക്സിന്റെ ലക്കി ബോക്സ് ആയാ മതിയായിരുന്നു. അവിടെതാ ഭഗവാനെ. ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചേ? ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. അപ്പൊ ഇത് നടന്നെടുത്തേ പറ്റുള്ളൂ അല്ലേ? ഗുരുവായൂരപ്പൻ അങ്ങനെ പെട്ടെന്നൊന്നും കനിയില്ല എന്ന് തോന്നുന്നു അല്ലേ? കനിയും. നമ്മള് മനസ്സിറക്കി പ്രാർത്ഥിച്ചാൽ കനിയും അല്ലേ? അങ്ങനെയാണ് ഞാൻ പുള്ളിയോട് കളിക്കില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ പുള്ളിക്കാരൻ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു ഫ്രിഡ്ജാണ്. കോൺഫിഡൻസ് ആയിട്ടല്ലേ? അമ്മമ്മയുടെ പ്രാർത്ഥന അത് വലിച്ചിരിക്കും അല്ലേ? അതെന്താ
കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഫ്രിഡ്ജ് അല്ല വേണ്ടിയിരുന്നു അല്ലേ? അതാണ് അവിടെ ഇരുന്ന് കരയണ കണ്ടു ഞാൻ. കണ്ടോ, ഇവളോട് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജ് അല്ലേ? ഏറ്റവും കൂടുതൽ സന്തോഷമാണ് സാർ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മോൾ നിങ്ങളുടെ ഫ്ലവേഴ്സിന്റെയും കൂടാതെ ശ്രീകണ്ഠൻ സാറിന്റെയും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷവും കരച്ചിലായിട്ട് വന്നു. ആനന്ദക്കണ്ണീർ. ആനന്ദക്കണ്ണീരാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങളിലേക്കാണ് എത്താൻ പോകേണ്ടത് അല്ലേ? ടോപ്പിക്കിന്റെ ചോയ്സ് എടുക്കാം. ചോയ്സ് ഓഫ് ടോപ്പിക്സ് പ്ലീസ്. ഇന്ത്യ, ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, ലോകം. ഏത് വേണം? മലയാള സിനിമ. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അല്ലേ? ഗുജറാത്ത് ഭൂകമ്പം പശ്ചാത്തലമായി ഒരുക്കിയ ഏത് ചിത്രത്തിലൂടെയാണ് ബ്ലസ്സി എന്ന സംവിധായകൻ അരങ്ങേറിയത്? കാഴ്ച. രണ്ടാമതൊന്നും ആലോചിക്കാൻ പോലില്ല. പക്ഷെ അവിടെ ഒരു മോൾക്ക് അവിടെ അന്തം വിട്ട് പോണ്ട്. കാഴ്ച ഇഷ്ടപ്പെട്ട പോലെ നോക്കണല്ലോ. എന്റെ കാഴ്ച. അതെ, കാഴ്ചയാണെന്ന് ഉറപ്പല്ലേ അമ്മേ? കാഴ്ച അല്ലേ? 100% കണ്ടതാണ് സിനിമ. വലിയ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. വലിയ ഇഷ്ടപ്പെട്ട സിനിമ. കുഞ്ഞെ നിനക്ക് വേണ്ടി പാട്ട് അല്ലേ? ഇഷ്ടമുള്ള പാട്ട് ഏതാ? നിനക്ക് വേണ്ടി സൂപ്പർ സൂപ്പർ. ഓടാനായി മീനാക്ഷി വിട്ടാലോ അല്ലേ? മീനാക്ഷി വേഴ്സസ് മീനാക്ഷി അവിടെ നടക്കുന്നു. മീനാക്ഷി വിളിക്കുമ്പോ മീനാക്ഷി ടാസ്ക് റെഡിയാണോ? മറ്റൊരു മീനാക്ഷിയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. മീനാക്ഷി നന്നായി ടാസ്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ബോക്സ് എടുത്തിട്ട് പോകണം. നമ്മള് മീനാക്ഷിമാരുടെ മാനം കാക്കണം. അപ്പൊ ടാസ്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ദാ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വിത്ത് എ ലോട്ട് ഓഫ് ആരോസ്. അപ്പൊ ദാ ഇങ്ങനെ ഈ ഒരു ആരോ പോകുന്ന ഡിറക്ഷനിൽ ഈ ഒരു നൂലിനെ ഇങ്ങനെ കയറ്റിയാൽ മാത്രം മതി ഈ ഒരു സ്ട്രോയിലൂടെ. ഓക്കെ, സൂപ്പർ. മീനാക്ഷി വാ. നിങ്ങൾ രണ്ടുപേരെ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയണമെങ്കിൽ മഞ്ഞ മീനാക്ഷി, പച്ച മീനാക്ഷി. ഇതൊക്കെ കോർത്ത് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അമ്മ വീട്ടിൽ തയ്ക്കോ വല്ലോ ചെയ്യോ? കോർക്കാൻ ഇദ്ദേഹമാണ് മെടുക്കി. ഇനി കോർത്ത് നോക്കാം നമുക്ക്. എന്തും ചെയ്യണമല്ലോ. ഓടൂ, വാരൂ, നേടൂ, മീനാക്ഷി അല്ല എന്താ എന്റെ ഇടയിൽ ചോദിച്ചത്? ഈ ഷോപ്പിൽ എത്തിച്ചോളൂ. അതെ അതെ അതെ, വെരി ഗുഡ് വെരി ഗുഡ്. തിരിഞ്ഞു പോകരുത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ മീനാക്ഷിമാര് പണ്ടേ ഒരു സംഭവമാണെന്ന് തെളിയിച്ചു കൊടുക്കുക അല്ലേ? 10 സെക്കൻഡ് നോക്കൂ. അതെ, അവിടെ അവസാനം കയ്യൊക്കെ അടിച്ച് ഹൈഫൈ കൊടുത്ത് വരണം. ഒരു 2 മീനാക്ഷിമാര് ഒരു പേരിന്റെ കാര്യം ഇത്രയും ഒരു മലയാളം കേട്ടോ. അപ്പൊ ഇതിലെന്താണെന്ന് ഞാൻ നോക്കി പറയാം. പോയി ഇരുന്നോളൂ. ഇത് ഫസ്റ്റ് ടൈം എവർ. പക്ഷെ അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എപ്പോഴും ഇവിടെ നേരത്തെ നമുക്ക് ഇവിടെ നടന്നിട്ടുള്ളതിൽ ഓൾറെഡി നമുക്ക് ഒരെണ്ണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ബോക്സസ് വരുമ്പോ ഒന്നെങ്കിൽ നിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ടീമുകൾ തമ്മിൽ അങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊടുക്കണം. ഇപ്പൊ മാക്സിമം പോയാൽ നമുക്ക് തരണം എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ ഒരു പടി കൂടി മുകളിലോട്ട്. ഈ കാർഡ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനാക്ഷി ഇത്രയും ഭാഗ്യം ഈ കുട്ടിക്കുള്ളത് അറിഞ്ഞില്ല. ഇത് ആരാ ഇത്? വാര്യപ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? അപ്പോ ഹാൻഡ് ഓവർ ടു ദ ഓഡിയൻസ്. ഞാന് നിങ്ങൾക്ക് ഒരു ചോദ്യം തരാം. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം മീനാക്ഷി പറയാൻ പറ്റില്ല. ആരും പറഞ്ഞില്ലെങ്കിൽ മീനാക്ഷിയെ കൊണ്ട് പറയുകയാണ്. ഓക്കെ, ഇവരുടെ നല്ലേ സമ്മാനം കിട്ടുന്നത് അല്ലേ? അപ്പോ ഇവരാദ്യം ഒരു ആശ്രമത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നില്ലേ?
ഒരു ഗുരുജിയുടെ പേരും ഒരു ആശ്രമത്തിന്റെ പേരും ഇവര് തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലേ? ഓ, ഇത് പറയുന്ന തരാൻ ഞങ്ങക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് പറയാതെ തരാമല്ല. അവസാനം ഞാനത് നിങ്ങളുടെ ഓഡിയൻസിൽ ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അവസാനം ആർക്കും അറിയില്ല. അതെ വർക്കല. വർക്കല ഞാൻ പുള്ളി വർക്ക് ചെയ്യണ സ്ഥലം. തേച്ചതാ നിൽക്കുന്ന ആ മാമനല്ലേ? വിശ്വസിക്കുന്നു. തപോവനം. താത കൺവൻ തപോവനത്തിൽ നിന്ന് മടങ്ങിയെത്തിയില്ലേ ശകുന്തള? ഏതാണോ ഉത്തരം? എന്താ? കുടപ്പനക്കുന്ന് തപോവനം സിദ്ധാശ്രമം. തപോവനം. തപോവനം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരു സമ്മാനം തരും കേട്ടാ. വരൂ. പേരെന്തുവാ? മീനാക്ഷി. മീനാക്ഷി. ഇവിടെ ഇനി വേറെ ഏതെങ്കിലും മീനാക്ഷി ഉണ്ടോ? ഒരു മീനാക്ഷി കൂടി ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് പോളെ. അപ്പോ ഒരു മഞ്ഞ മീനാക്ഷി, ഒരു പച്ച മീനാക്ഷി, ഒരു ബ്രൗൺ മീനാക്ഷി, ഒരു ഓറഞ്ച് മീനാക്ഷിയും കിട്ടി. ഇതില് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് എടുത്തു. അതാണോ വേണ്ടേ? അതെന്താണ് സാധനം? എന്താന്ന് എനിക്കറിയില്ല. ഒരു മാന്യത കാണിച്ചതാണല്ലേ? രണ്ടില് വലുതും എടുക്കണ്ട, ചെറുതും എടുക്കണ്ട, മീഡിയം എടുക്കാതുള്ള മാന്യത കാണിച്ചാണ്. അപ്പോ തപോവനം ആശ്രമം എന്ന് പറഞ്ഞതിന് മോൾക്കാ സമ്മാനം കേട്ടോ. ഇത് രണ്ടുപേർക്ക് തിരിച്ചു കൊടുക്കട്ടെ? കൊടുക്കട്ടെ. ആ കുട്ടിയുടെ പെർമിഷൻ ഉള്ളത് തിരിച്ചു കിട്ടി കേട്ടോ. അത് മീനാക്ഷിയുടെ സ്വഭാവം തന്നെയാണ്. ഇനി മേലാൽ ഒരു മീനാക്ഷിയെ കൊണ്ട് ഈ ഭാഗത്തോട്ട് കണ്ടുവരും. താങ്ക് യു മോളെ. ഞങ്ങൾക്ക് ഒരു സിസ്റ്ററും കൂടെ ഉണ്ട് കേട്ടോ. ആണോ? അതിനും മീനാക്ഷിയാണോ? അല്ല, അതാ പറയാ വന്നേ. ദാറ്റ്സ് വെരി ഡിഫറെന്റ് നെയിം. ഓംകാര ലക്ഷ്മി. ആണോ? ഓംകാര ലക്ഷ്മി. അടിപൊളി. അതിലും ഇളയതാ. ഓക്കേ. ഇറ്റ്സ് ദ എലിമിനേഷൻ ഫോർത്ത് റൗണ്ട്. റൗണ്ട് 4 പവർ ഓഫ് 2. രണ്ടിലുണ്ട് നേട്ടം. 3 ചോദ്യങ്ങൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ബസർ അടിച്ചു വേണം ഉത്തരം അറിയാമെങ്കിൽ പറയാനായിട്ട്. ഈ 3 എണ്ണത്തിൽ 2 എണ്ണമെങ്കിലും ഒരു ടീം ഉത്തരം പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ടാസ്കിലോട്ടും ടാസ്കിലൂടെ അടുത്ത റൗണ്ടിലോട്ടും അഡ്വാൻസ് ചെയ്യാൻ പറ്റൂ. 2 പേരും പറഞ്ഞില്ലെങ്കിൽ കളി ഇവിടെ അവസാനിക്കും. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. നാസയിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ്? നാസയിൽ, ഒറിജിനൽ നാസയിൽ തന്നെ പോയി ഷൂട്ട് ചെയ്ത. നാസയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് പുള്ളി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഒരു പടം ഉണ്ടായിരുന്നു. ഉത്തരം അറിയാമെങ്കിൽ ഞെക്കിക്കോളൂ, ബസർ അമർത്തിക്കോളൂ. മലയാള സിനിമ? മലയാളമില്ല, പക്ഷെ ഇതെനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും ഒക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബസർ അമർത്തിയാൽ ഉത്തരം പറയാം. പറയൂ. റോക്കറ്റ്രി ആണ്. യു തിങ്ക് ദ ആൻസർ ഇസ് റോക്കറ്റ്രി? മാധവൻ സംവിധാനം ചെയ്ത ഭയങ്കര നല്ല ആൻസർ ആണ്. പക്ഷേ തെറ്റാണ് ഉത്തരം. ഒരു ഐഡിയ ഇല്ല. തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു കാര്യമാണ് ഇതിന്റെ മെയിൻ സംഭവം. പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. ഹിന്ദി ഫിലിം? ഹിന്ദിയാണ്, തീർച്ചയായും ഹിന്ദിയാണ് സിനിമ. ഓക്കെ, അപ്പോ 5 4 3 2 1 ഉത്തരം സ്വദേശി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ഇത് ക്രൂഷ്യലാണ്, കാരണം ഈ 2 ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു ടീം. എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഹാൻഡ്സ് ഓൺ ദ ബസർ. ചോദ്യം ഇതാണ്: ലോകത്ത് ഏറ്റവും കൂടുതൽ കാലമായി പ്രവർത്തിച്ചു വരുന്ന റെസ്റ്റോറന്റ് എന്ന ബഹുമതി ഏത് നഗരത്തിലെ റെസ്റ്റോറന്റ് ആണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലമായി പ്രവർത്തിച്ചു വരുന്ന റെസ്റ്റോറന്റ് എന്ന ബഹുമതി ഏത് നഗരത്തിലെ റെസ്റ്റോറന്റിനാണ്? പറഞ്ഞാ കോഴിക്കോട്. ലോകത്ത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അമ്മ കേരളമോ ഇത് വെച്ചിട്ടായിരിക്കും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക. 1725 സ്ഥാപിച്ചത്. 300 വർഷത്തിലേറെയായിട്ട് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ്. എവിടെ നരിച്ചെടുത്തോണ്ട് വരുന്നു? Go on, give it a try. London? London is the wrong answer. അപ്പോ 2 പേർക്കും ഇതേത് പോയി. ഉത്തരം സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡ് ആണ്. പക്ഷേ ഇപ്പോഴും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് സ്പെയിനിലാണെങ്കിലും ഇവിടെ കിടിലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ എല്ലാവരും. അടിപൊളി, സൂപ്പർ.
ലഹരിക്കെതിരായിട്ടൊരു ഗാനം. അമ്മ അത് ഒരു കാര്യം പറയട്ടെ, ഇത് ഇന്ന് രാവിലെ കമ്പോസ് ചെയ്തതല്ലേ? സത്യം പറ അല്ലേ? അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ഈ ഒരു സോങ്. ഓക്കെ, അപ്പോ മീനാക്ഷി മീനാക്ഷി ജോയിൻ ചെയ്യും. ഓക്കെ, അമ്മ ആ പാട്ടിലോട്ട് കിടക്കാം. എന്തിന്നു മക്കളെ ലഹരി, എന്തിന്നു മക്കളെ മദ്യം, എന്തിന്നു മക്കളെ ലഹരി, എന്തിന്നു മക്കളെ മദ്യം. ലഹരിയും വേണ്ട മദ്യവും വേണ്ട, ബോധം കെടുത്തുന്ന ധാതുവാണേ, സദ്ബോധം നശിപ്പിക്കും ധാതുവാണേ. അവനവൻ തന്നിലെ സത്യത്തിൻ സത്തിനെ പവിഴമായി കർമ്മത്തിലാക്കിയാലോ, അവനവൻ തന്നിലെ സത്യത്തിൻ സത്തിനെ പവിഴമായി കർമ്മത്തിലാക്കിയാലോ, ജന്മയാത്ര ലക്ഷ്യം സഫലമാക്കിടാം, നന്മയാം ലോകത്തെ പടുത്തിടാലോ. ജന്മയാത്ര ലക്ഷ്യം സഫലമാക്കിടാം, നന്മയാം ലോകത്തെ പടുത്തിടാലോ. താങ്ക് യു സോ മച്ച്. ഇനി ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ നേരത്തെ ക്ലൂ എടുത്ത് ഇവിടെ ജയിച്ചിട്ട് ഇവിടെ വന്ന് സമ്മാനം വാങ്ങാനായിട്ട് ഇന്നൊരു വിജയി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം പാർവതി എസ് മേനൻ. വരൂ, വെൽക്കം. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ. ഹലോ ഹലോ മോളെ. ഹായ് ഹായ് ഹായ്. ഹലോ ഹായ്. എന്ത് ചെയ്യുന്നു പാർവതി? ഞാൻ ബൈ പ്രൊഫഷൻ ടീച്ചറാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. മോന് 6 മാസമായിട്ടേ ഉള്ളൂ. ഒന്നും ചെയ്യുന്നില്ല. ഓ ഓ റൈറ്റ് റൈറ്റ്. നമ്മുടെ ഷോ കണ്ട് എന്ത് ഉത്തരമായിരുന്നു നൽകിയത്? രമ്യ കൃഷ്ണൻ. അത് ശരി, രമ്യ കൃഷ്ണന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ അതെ. എല്ലാ എപ്പിസോഡിലും മെസ്സേജ് അയക്കാറുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മക്കളാണ്. ഓ അത് ശരി, അത് ശരി. മോളുടെ പേര്? ആര്യ. ആര്യ. ഏത് ക്ലാസ്സിലാണ് മോളെ പഠിക്കുന്നത്? ഇനി 9th. ഇനി 9th. അമൽ. അമൽ. അമൽ ഏത് ക്ലാസ്സിലായി? 6. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, എന്റെ അമ്മയുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടത്തിയമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഇവർക്കുള്ള സമ്മാനം ഇവിടെ വെച്ച് നമുക്ക് കൊടുക്കാം. മിഥുൻ ചേട്ടാ, ദാ ഇവർക്കുള്ള സമ്മാനം റെഡി. താങ്ക് യു. ആരാണിവൾ ബാഹുബലി. വാ, ഇന്ന് ശക്തി വെച്ചു. കഴിഞ്ഞ എപ്പിസോഡ് 4-5 മീനാക്ഷിമാരുണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ട്. പോയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണം. എങ്ങനെ കൊണ്ടുപോയതപ്പോ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ വണ്ടി ഉണ്ട്. ലോറിയൊക്കെ എടുത്തോണ്ടോ? ഓക്കെ. ഒരു എയർ ഫ്രയർ, മോഫിറിജത്തിന്റെ എയർ ഫ്രയർ പിട്ടാപ്പിളി ഏജൻസീസ് നൽകുന്നത്, അതുപോലെ തന്നെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. വീട്ടിലുള്ളത് സെമി തന്നെയാണ്. ആ ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ അവിടെ കൊണ്ടുപോയിട്ട് ഒരു അപ്ഗ്രേഡ് പിടിക്കാൻ പറ്റും പിട്ടാപ്പള്ളിയില്. അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം. പോയാ ഒരു ഭാഗം കിട്ടിയാലോ? സമ്മാനമല്ലേ, അത് എന്തായാലും അത് സന്തോഷമാണ്. എന്ത് തന്നെ ആയാലും ഇരുകൈ നീട്ടി സ്വീകരിക്കും. അത്രയും ഞങ്ങളുടെയും താങ്ക്സ്. ബാക്കിയുള്ളവരടുത്ത് എനിക്കറിയാം അത് പറയാൻ വിഷമം ഉണ്ടാവുന്നു. ഉത്തരം അയക്കാൻ അവരോടും കൂടി പറഞ്ഞോളൂ. അറിയാം. വരൂ, എല്ലാരും വരൂ, അടുത്തോട്ട് വരൂ. നമുക്ക് എല്ലാവരും ഇന്നിപ്പോ വിന്നേഴ്സാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരെയും ഒന്നിച്ച് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഓഫ് കോഴ്സ് പ്രിവിലേജ് ടു പ്രസന്റ് യു. നിങ്ങൾ രണ്ടുപേരും. അമ്മ മത്സരമ്മ ചിരിച്ചേ ആണോ? നല്ല ചിരിയാണമ്മ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.